മഹാശിവരാത്രി ദിനത്തിൽ നാടെങ്ങുമുള്ള ശിവക്ഷേത്രങ്ങൾ പഞ്ചാക്ഷരി മന്ത്രത്താൽ മുഖരിതമാവുകയാണ്. വലിയ ഭക്തജന തിരക്കും ക്ഷേത്രങ്ങളിൽ അനുഭവപ്പെടുന്നുണ്ട്. ചെങ്കൽ മഹേശ്വരം ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിൽ നിന്നും ദിസ്ന സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന മഹേശ്വരം ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിലാണ് ഞാനുള്ളത്. ശിവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ ഇടങ്ങളിൽ നിന്ന് ഭക്തജനങ്ങൾ ഭഗവാനെ ഒരു നോക്ക് കാണുവാൻ, ദർശനം നടത്തുവാൻ ഇവിടെ എത്തിയിരിക്കുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിരവധി ആളുകളാണ് ജില്ലയ്ക്ക് അകത്തു നിന്നും ജില്ലയുടെ പുറത്തു നിന്നും ദർശനിക്കാൻ, ഭഗവാനെ ദർശിക്കുവാൻ ഇവിടെ എത്തിയിരിക്കുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും വലിയ സവിശേഷത. അതിരുദ്ര മഹായജ്ഞം സമാപന സമ്മേളനം അല്പസമയം മുൻപ് ഗവർണറുടെ നേതൃത്വത്തിൽ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ വിപുലമായ ആഘോഷ പരിപാടികൾക്ക് തന്നെയാണ് ഈ ശിവരാത്രി ദിവസം ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. നിരവധി ആളുകൾ വിവിധ ഇടങ്ങളിൽ നിന്ന് ഭഗവാനെ ദർശിക്കുവാൻ വേണ്ടി ഈ ചെങ്കൽ ശിവക്ഷേത്രത്തിൽ എത്തിയിരിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ സവിശേഷതയായി എടുത്തു പറയേണ്ടത്. വിവിധ കലാപരിപാടികൾ ഉൾപ്പെടെ ഇവിടെയുണ്ട്. അതിനായി പുറത്ത് മറ്റൊരു സ്റ്റേജ് ഉണ്ട്. നമുക്ക് കാണാൻ കഴിയുന്നത് ദർശനത്തിനായി ക്യൂ നിൽക്കുന്ന ആളുകളെയാണ്. നിരവധി ആളുകളാണ് ഈ ദർശനത്തിനായി ഇവിടെ എത്തിയിട്ടുള്ളത് എന്ന് തന്നെയാണ് ഏറ്റവും വലിയ സവിശേഷത. നമുക്കറിയാം, ശിവരാത്രി വലിയ ആഘോഷമാക്കി മാറ്റുകയാണ് ഇവിടം. അതോടൊപ്പം തന്നെ നിരവധി ഭക്തജനങ്ങൾ ഇവിടെ എത്തി ഭഗവാനെ കണ്ട് ദർശനം വാങ്ങി, ദർശനം ഏറ്റുവാങ്ങി, ഭഗവാന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങി മടങ്ങുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ കഴിയുന്നു എന്ന് തന്നെയാണ്. അതോടൊപ്പം തന്നെ സ്റ്റേജിൽ വിവിധ കലാപരിപാടികളുണ്ട്. തിരുവാതിര ഉൾപ്പെടെയുള്ള കലാപരിപാടികൾക്കും സ്റ്റേജിൽ തുടക്കം കുറിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും വലിയ സവിശേഷതയെ എടുത്തു പറയേണ്ടത്. നിരവധി ആളുകൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തി ഭഗവാനെ ദർശിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ഈ ശിവരാത്രി ദിനം ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. ക്യാമറമാൻ വിവേകിനോടൊപ്പം ദിസ്ന സുരേഷ്, ജനം, തിരുവനന്തപുരം.